ദിവ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിതിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. അതിന് വേണ്ടത് ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, സവാള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളകും ഇതിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വേവാൻ പരുവത്തിലുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമാകാൻ പാടില്ല. ആ കഷ്ണത്തിന് നിരപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള വെള്ളം മതി. അല്പം ഉപ്പ് ചേർക്കുന്നുള്ളൂ, കഷ്ണത്തിന് മാത്രമായിട്ടുള്ളത്. കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്, 2 വിസിലായിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ശകലം കറുവപ്പട്ട പൊടിച്ചത് അതിലേക്ക് ഇടാം. നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 സവാള, ആദ്യം 2 സവാള ഇട്ടുള്ളൂ, അല്ലാതെ വേറെ 2 സവാള അരിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഒന്ന് വഴറ്റാം. ഫ്ലെയിം കുറച്ച് വേണം വഴറ്റാൻ. 4 വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളകി കൊടുക്കാം. നമുക്ക് ഒരല്പം കുരുമുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കണം. നമുക്ക് അത് ഈ ഉള്ളി സവാളയിലേക്ക് തട്ടിയിടാം. നല്ലവണ്ണം ഒന്ന് ഇളകി ചേർക്കാം. നല്ലവണ്ണം ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വേണം ഇളക്കാൻ, അടുപ്പത്ത് വയ്ക്കാൻ. ഇനി ഇതിൻ്റെ ഉപ്പിൻ്റെ പരുവം ഒന്ന് നമുക്ക് നോക്കാം. ഉപ്പ് കുറവാണ്. നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കറക്റ്റ് പരുവത്തിനുണ്ട്. നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിക്കും. നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ 2-ാം പാലാണിത്. ഈ 2-ാം പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഈ 2-ാം പാൽ ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം. അപ്പം നല്ലപോലെ തിളയ്ക്കട്ടെ. ആ തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ടയും ഈ അരപ്പും എല്ലാം കൂടെ കിടന്ന് വേവട്ടെ. നമ്മുടെ കറി നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഒരല്പം കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. 2-ാം പാലിട്ട് തിളയ്ക്കുമ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു പിരിഞ്ഞ പോലൊക്കെ തോന്നും. പക്ഷേ അത് പിരിഞ്ഞതൊന്നുമല്ല, കറക്റ്റായി വരും. 2-ാം പാലൊഴിച്ച് നമുക്ക് തിളപ്പിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നല്ലവണ്ണം ഇത് തിളച്ചൊന്ന് ഒരല്പം കുറുകണം. അന്നേരമാണ് സ്റ്റൂവിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് പരുവാണോ എന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ തേങ്ങാപ്പാൽ 2-ാം പാലൊക്കെ ഒഴിക്കുമ്പോൾ ഉപ്പിന് കുറവ് വരും. ആദ്യം ചേർത്തത് പരുവാകാതെ വരും. അപ്പോൾ നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് നമ്മുടെ 2-ാം പാലൊഴിച്ച്. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാലൊഴിച്ച് അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടാവുകയേ പാടുള്ളൂ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക്
എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. നമ്മൾ കറുവപ്പട്ടയൊക്കെ ചേർത്തതാണ്. നമുക്ക് ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം കറുവപ്പട്ട ചേർത്തതുകൊണ്ട് ഞാൻ കുറച്ചത് ഗരം മസാല രുചിക്ക് മാത്രം മതി. എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ഇനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ എരിവ് പരുവത്തിനുണ്ട്. സ്റ്റൂവിന് എരി മുന്നിൽ വേണമെന്ന് ഇല്ല. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഇനി ഇതിൻ്റെ ഉപ്പും ഒക്കെ ഒന്ന് പരുവം നോക്കാം. കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസുകൾ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.